മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് ഹെലികോപ്റ്ററിൽ വയനാട്ടിൽ എത്തിയത്. അല്പം മുമ്പ് മുണ്ടേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കൽപ്പറ്റയിൽ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നു. കമൽ, കേൾക്കാമോ? എന്താണ് അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ? മുണ്ടേരി ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുണ്ടേരി ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശനം, അവലോകന യോഗം, ഇത്രയുമാണ് വയനാട്ടിലെ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും റവന്യൂ മന്ത്രിയും സംഘത്തോടൊപ്പമുണ്ട്. കമൽ, അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ എന്താണ്? വീട് നഷ്ടപ്പെട്ടവർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകും. അതുപോലെ മറ്റ് നാശ ഉടൻ നഷ്ടപരിഹാരം നൽകാനാണ് അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. 4 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് അടിയന്തരമായി നൽകുമെന്നതാണ് ഒരു പ്രധാന തീരുമാനം. അതുപോലെ എല്ലാ വകുപ്പുകളും ഇത് കണക്കുകൾ ക്രോഡീകരിച്ച് നൽകിയാൽ എത്രയും പെട്ടെന്ന് അടിയന്തര സഹായം ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വരുന്നേയുള്ളൂ. മുഖ്യമന്ത്രി രാവിലെ 10:20 സുൽത്താൻ ബത്തേരിയിലെത്തി. അതിനുശേഷം കൽപ്പറ്റ മുണ്ടേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുറച്ചു സമയം ചെലവഴിച്ചു. ക്യാമ്പിലെ അന്തേവാസികളെ കണ്ട ശേഷം അരമണിക്കൂർ കൽപ്പറ്റയിലെ കലക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങി. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സംഘം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. കമൽ, മുഖ്യമന്ത്രി ഇപ്പോൾ എവിടേക്കാണ് പോയിരിക്കുന്നത്? എറണാകുളത്തും സന്ദർശനമുണ്ട്. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പുറപ്പെടുന്നത് എന്ന കാര്യം വ്യക്തമല്ല. കാരണം ഇവിടെ നിന്ന് നേരത്തെയാണ് പരിപാടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇടുക്കിയിലെ സന്ദർശനം റദ്ദാക്കിയതോടെ തന്നെ അദ്ദേഹം ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ ഹെലിപാഡിലേക്ക് കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. കമലാണ് വിവരങ്ങൾ നൽകിയത്.